ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ വളർത്തുന്ന അഗ്ലോണിമ പ്ലാന്റ്സൊക്കെ എങ്ങനെയാണ് ഇത്ര ബുഷിയായിട്ട് വളരുക, പിന്നെ അതെങ്ങനെയാണ് പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യാമെന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ അഗ്ലോണിമ പ്ലാന്റ്സൊക്കെ ഒത്തിരി കെയർ ഇല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സാണ്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിക്ക് ബുഷിയായിട്ട് ഇതേപോലെ വളർന്നു കിട്ടും. ഈ അഗ്ലോണിമ പ്ലാന്റ്സൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു വർഷം ആയിട്ടുള്ളൂ റിപ്പോർട്ടിങ് ചെയ്തിട്ട്. അപ്പോൾ അപ്പോഴേക്കും നല്ല രീതിക്ക് തന്നെ ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ പ്ലാന്റ്സൊക്കെ ഒരു 6 മാസം മുന്നേ റിപ്പോർട്ട് ചെയ്ത പ്ലാന്റ്സാണ്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്നും അതേപോലെ തന്നെ ഏതെല്ലാം വളങ്ങളാണ് യൂസ് ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല ബുഷിയായി വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ റൂട്ട്സൊക്കെ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അങ്ങനെ തന്നെ അങ്ങ് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു 6 മാസം ആവുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഒരു 3-4 തൈകൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പോട്ടിൽ നിന്നും നല്ല രീതിക്കൊന്ന് റൂട്ട്സിനൊന്നും കംപ്ലൈൻ്റ് ഇല്ലാണ്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ചാണകപ്പൊടിയൊന്നും യൂസ് ആക്കുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പിന്നെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു പീസ് ഇതിൽ നിന്ന് നമുക്ക് ഇനിയും തൈകൾ ഉണ്ടാകാനായിട്ട് സാധിക്കും. അപ്പോൾ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പീസ് കൂടെ നല്ല രീതിക്കൊന്ന് പ്ലാന്റിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ പുതിയ പ്ലാന്റ്സ് അതിൽ നിന്നും കിട്ടുന്നതാണ്. ഇതിപ്പോൾ 4-5 ഷൂട്ട് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പഴയ വേറൊരു ചട്ടിയിലോട്ട് തന്നെയാണ് റിപ്പോർട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒന്നിച്ച് തന്നെയാണ് ഞാനിപ്പോൾ റിപ്പോർട്ടിങ് ചെയ്യുന്നത് കേട്ടോ, ഒന്നുകൂടെ ഒന്ന് ബുഷാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കാശ് കൊടുത്തിട്ട് ഒരുപാട് വളങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കിച്ചണിലുള്ള വേസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി കമ്പോസ്റ്റ് തയ്യാറാക്കാനായിട്ട് പറ്റും. പിന്നെ വേണ്ടത് കരിയിലയാണ്. അപ്പോൾ താഴെയായിട്ട് ഞാൻ കരിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കമ്പോസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചാണകപ്പൊടി, അതേപോലെ തന്നെ എല്ലുപൊടി, പിന്നെ ചകിരിച്ചോറൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് കിട്ടുന്ന ഒരു അഗ്ലോണിമ വെറൈറ്റീസാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മുടെ കയ്യിലുള്ള സോയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് നല്ല രീതിക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഈ ചെടിയുടെ പ്ലാന്റ് റൂട്ട്സ് ഫില്ല് ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ കയ്യിലുള്ള കമ്പോസ്റ്റും പിന്നെ അതേപോലെ തന്നെ സോയിൽ കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് നല്ല ബുഷിയായിട്ട് നമുക്ക് അഗ്ലോണിമ പ്ലാന്റ് വളർത്താനായിട്ട് സാധിക്കും. ഇനി ചെടി ഒരാഴ്ചത്തേക്ക് ഒരു തണലുള്ള ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ് നല്ലത്. എന്നിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ അത്യാവശ്യം ഒരു സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലേക്ക് പിന്നെ ചെടി മാറ്റി വെക്കണം. പിന്നെ സാധാരണ നമ്മളിപ്പോൾ ചെടിക്ക് ചാണകത്തിൻ്റെ സ്ലറി അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് നമ്മൾ സ്ലറി ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതൊക്കെ നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസറാണ്. ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല രീതിക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അല്ലാണ്ട് കാശ് കൊടുത്തിട്ട് ഒരുപാട് വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഈ പ്ലാന്റ് റിപ്പോർട്ടിങ് ചെയ്ത് കഴിഞ്ഞു. ഇതിലോട്ട് നന്നായിട്ട് നനച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.